അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി ആവേശത്തോടെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇറങ്ങിയിരിക്കുവാണ്. പിള്ളേരെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഞങ്ങൾക്കാണെന്ന് തോന്നിപ്പോയി കേട്ടോ. സ്വന്തമായി നട്ട് വളർത്തുന്നതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് പറിച്ചെടുത്ത് ഫ്രഷായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. ഇസയ്ക്കും ഇവയ്ക്കും ഇത് പറിച്ചെടുക്കണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നല്ല കട്ടിയാണ് ഇതിൻ്റെ തണ്ട്. പേരയ്ക്കയോ ചാമ്പയ്ക്കോ ഒക്കെ അടർത്തിയെടുക്കുന്ന പോലെ വരത്തില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നോക്കിയിട്ട് നടക്കുന്നില്ല. അതേ സർവ്വശക്തിയും എടുത്ത് വലിക്കുവാണ്. ഇങ്ങനെ വലിച്ചാൽ മാത്രം പോലെ ഒന്ന് തിരിച്ചെടുക്കുകയും കൂടെ വേണം. പിക്കിങ് തുടങ്ങുമ്പോൾ ഇവിടെ നിന്നൊരു ബാഗ് തരും. ഇത് മുഴുവൻ നമുക്ക് നിറയ്ക്കാം. $35 ആണ്. അതല്ലാതെ നമുക്ക് എത്ര വേണേലും ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. സാധാരണ മാർക്കറ്റിലൊക്കെ ഒരു $15 കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കിട്ടും. പക്ഷേ ഈ ചാർജ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെയാണ്, വിച്ച് ഈസ് ടോട്ടലി വർത്ത് ആണ്. ഓരോ മരത്തിലും അങ്ങ് നിറഞ്ഞു കിടക്കുവാണേ. കടും പച്ച നിറമുള്ള ഇലകൾക്കിടയിൽ ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ മനസ്സിനൊരു സുഖമാണ്. ഒരുപാട് ഫാമിലീസും പിള്ളേരും ഒക്കെ ആയിട്ട് വന്ന് പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം സ്വന്തമായി അടർത്തിയെടുത്ത സന്തോഷത്തിൽ ഓടിപ്പോയി അമ്മേനെ കാണിക്കുവാണ്. പിന്നെ മറ്റേ ആളുടെ അടുത്തൊന്ന് ആളാകുകയും വേണം. എന്നാലും അവർക്ക് ഫുള്ളി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അതിന് കാരണം ഇതിനിടയ്ക്ക് നിറച്ച് ഫ്ലൈസ് ആയിരുന്നു, ഈച്ചകൾ. അതിടയ്ക്ക് ഇവരുടെ മുഖത്ത് വന്നിരിക്കുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പെർമിഷൻ ചോദിക്കാതെ വന്ന് ഇരുന്ന് കളഞ്ഞു പോലും. ഇടയ്ക്ക് ദേഷ്യവും കരച്ചിലും സന്തോഷവും ഒക്കെ ആയിരുന്നു. ഇടയ്ക്ക് ഫ്ലൈസ് കൂടുതലുള്ള സ്ഥലം വരുമ്പോൾ വണ്ടിയിൽ കയറി അങ്ങ് മുഖവും പൊത്തിയിരിക്കുവാണ്. അങ്ങനെ കുറച്ചൊക്കെ പറിച്ചെടുത്ത് ഞങ്ങൾ തിരിച്ചു നടന്നു. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് കാര്യമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറങ്ങി നടക്കാൻ പറഞ്ഞപ്പോൾ പറയുവാണ് നിറയെ ഫ്ലൈസ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഉടനെ മറ്റേ ആൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ യായ എന്നൊരു പറച്ചിലും. ഈ ഓറഞ്ച് ഫാമിന്റെ പേര് മെലിയോറ ഫാം എന്നാണ്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും ഇവരുടെ സൈറ്റിൽ. അതല്ല എങ്കിൽ വോക്കിനും ഉണ്ട്. പക്ഷേ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇതൊക്കെ ഉണ്ട്. ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ½ കിലോമീറ്ററിനകത്താണ് ഈ ഫാം വരുന്നത്.